ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സൗമ്യ സിമ്പിൾ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു വെണ്ടയ്ക്ക തോരനാണ്. നല്ലോണം ഒലർന്നിരിക്കണ ഒരു വെണ്ടയ്ക്ക തോരൻ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 250 വെണ്ടക്കായാണ് കേട്ടോ. അത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഞാൻ ഒരു കോട്ടൻ്റെ തുണിയിലിട്ട് നന്നായി തുടച്ചതിന് ശേഷം കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. വെള്ളത്തിൻ്റെ നനവൊന്നുമില്ല. ഇനി നമുക്കൊരു പാൻ വെക്കാം. ആ പാനിൽ ഒന്ന് ചൂടാവട്ടെ. ആ പാൻ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഞാനതിലേക്ക് ഒരു 1.5 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഞാൻ 1 ടീസ്പൂണ് കടുക്, 1 ടീസ്പൂണ് ഉഴുന്നും പരിപ്പ് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. പിന്നെ അതിലേക്ക് 2 വറ്റൽമുളക്, 2 കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഞാനൊരു 10 ചെറിയ ഉള്ളി ഇതുപോലെ അരിഞ്ഞത് ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 3 പച്ചമുളക് ഇതേപോലെ വട്ടനെ അരിഞ്ഞതാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ആ പൊടികളുടെയൊക്കെ മണം മാറിയതിന് ശേഷം ഞാനിതാ നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിത് ആ ഒരു ബൗൾ നാളികേരമാണ് കേട്ടോ ഇട്ട് കൊടുത്തേക്കണേ. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മൂത്ത് വരണം. ആ മൂത്തതിന് ശേഷമാണ് ഞാൻ പിന്നെ വെണ്ടക്കായ ഇട്ട് കൊടുക്കുന്നത്. വെണ്ടക്കായ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ നന്നായിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ നാളികേരവും ആ മിളകും എല്ലാം കൂടി ഈ വെണ്ടക്കയിലൊന്ന് പിടിക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് അടച്ച് വെച്ച് വേവിക്കാൻ പാടില്ല. നമ്മൾ മറ്റുള്ള ഉപ്പേരികൾ വെക്കണ പോലെ നമ്മൾ അടച്ച് വെച്ച് വേവിക്കാൻ പാടില്ല വെണ്ടക്കായ ഉപ്പേരി. ഇതിനി ഇങ്ങനെ തുറന്ന് തന്നെ ഇരിക്കണം. തുറന്നിട്ട് നമ്മൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. നമ്മുടെ വെണ്ടക്കായ ഉപ്പേരിയൊക്കെ ഏകദേശം റെഡി ആയിട്ട് വരുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം കേട്ടോ. ഇതിങ്ങനെ ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മുരിയണം. വളരെ സിമ്പിളാണ് നമുക്കിത് തയ്യാറാക്കാൻ. നല്ല സ്വാദുമാണ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ സമയത്ത് ഞാൻ ഉപ്പുണ്ടോ നോക്കി കേട്ടോ. ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തു. നന്നായി ഇളക്കി കൊടുക്കുകയാണ്. നമ്മുടെ വെണ്ടക്കായ കണ്ടില്ലേ, നന്നായി ഒലർന്നിരിക്കുന്നുണ്ട് തോരൻ. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഞാനിതാ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്. അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക്